നമസ്കാരം. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ 7ാം നാളിലാണ് മകം തൊഴൽ. സർവാഭരണ വിഭൂഷിതയായ ചോറ്റാനിക്കര അമ്മയെ ഒരു നോക്ക് കണ്ട് പുണ്യം നേടാൻ 10,000-കണക്കിന് സ്ത്രീകളാണ് കുംഭമാസത്തിലെ മകം നാളിൽ ചോറ്റാനിക്കരയിലെത്തുക. സർവാഭരണ വിഭൂഷിതയായി വരദാഭയ മുദ്രകളോടെയുള്ള ചോറ്റാനിക്കര അമ്മയെ ദർശിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ മംഗല്യ സൗഭാഗ്യവും നെടുമംഗല്യവും ഉണ്ടാകും എന്നാണ് വിശ്വാസം. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മകം തൊഴലിനായി ശ്രീകോവിൽ തുറക്കുക. രാത്രി 8:30 വരെ മകം തൊഴാൻ സൗകര്യം ഒരുക്കിയിട്ടുമുണ്ട്. മകം തൊഴലിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതുമാണ്. ദേവിക്ക് കാണിക്കയിടലും പറ സമർപ്പിക്കലുമാണ് മകം ദിവസത്തെ പ്രധാനപ്പെട്ടതായ വഴിപാട്. സാധാരണ ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മകം, കാർത്തിക, വിഷു വിശേഷ ദിവസങ്ങളിൽ തങ്ക ഗോളക ദേവിയുടെ വലത് കൈയിലാണ് ഉണ്ടാവുക. വലത് കൈകൊണ്ട് അനുഗ്രഹം ലഭിച്ചാൽ അഭീഷ്ട ഫലസിദ്ധി ലഭിക്കും എന്നും വിശ്വാസമുണ്ട്. ത്രിഗുണാത്മികമായി ആരാധിക്കപ്പെടുന്ന ദേവി ലക്ഷ്മി നാരായണ രൂപത്തിൽ ഇവിടെ വാണരുളുന്നതുമാണ്. ഇനി പരാമർശിക്കാനായി പോകുന്നത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നാളെ ഈ കാര്യങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ വളരെയധികം പ്രാധാന്യം നൽകണം. ഏവരും ഒരു നിമിഷം ചോറ്റാനിക്കരമ്മയെ വന്ദിക്കുക. ചോറ്റാനിക്കരമ്മയെ ശരണം എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. നാളെ മാർച്ച് 12 മാർച്ച് 12 ഉച്ചയ്ക്ക് 2 മുതൽ 9:30 വരെയാണ് മകം തൊഴിലിനായി നട തുറക്കുന്നത്. വിശേഷാൽ തങ്ക ഗോളകയും ആഭരണങ്ങളും പട്ടുടയാടകളും താമരമാലയും അണിഞ്ഞ് നെയ്വിളക്കിൻ്റെ കാന്തിയിൽ ദേവി ഭക്തർക്ക് ദേവി ദർശനം നൽകുന്നതുമാണ്. സർവാഭരണ വിഭൂഷിതയായി അഭയവരദ മുദ്രകളോടെ ദേവി വില്വമംഗലം സ്വാമിയാർക്ക് വിശ്വരൂപ ദർശനം നൽകിയ ദിനത്തെ അനുസ്മരിച്ചാണ് മകം തൊഴൽ നടത്തുന്നത്. വെളുപ്പിന് 5:30 ഓണക്കുറ്റിച്ചിറയിൽ ആറാട്ട്, ഇറക്കിപ്പൂജ, ആറാട്ടുകടവിൽ പറകൾ സ്വീകരിച്ചതിന് ശേഷം ദേവി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും. തുടർന്ന് മകം എഴുന്നള്ളിപ്പാണ്. ഉച്ചയ്ക്ക് 1 മകം ഒരുക്കങ്ങൾക്കായി നട അടയ്ക്കുന്നതാണ്. 2 നെയ്വിളക്കിൽ തിരി തെളിയിച്ച് മകം ദർശനത്തിനായി നട തുറക്കുന്നതുമാണ്. സ്ത്രീകളെ പടിഞ്ഞാറ് നടയിലൂടെയും പുരുഷന്മാരെ കുടുംബമായി എത്തുന്നവരെയും വടക്കേ പൂരപ്പറമ്പിലൂടെയും ബാരിക്കേഡ് വഴി ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കും. പൂരം ദിവസമായ 13 രാവിലെ അഥവാ വെളുപ്പിന് 5:30 പറക്കെഴുന്നള്ളിപ്പ്, 9 കിഴക്കേ ചിറയിൽ ആറാട്ടും തുടർന്ന് ചങ്കുറോത്തുമലയിൽ ഇറക്കിപ്പൂജയും വലിയ കീഴ്ക്കാവിൽ ഇറക്കി എഴുന്നള്ളിപ്പും നടക്കും. രാത്രി 8 കുഴിയേറ്റ് ശിവക്ഷേത്രത്തിൽ നിന്നുള്ള പൂരം എഴുന്നള്ളിപ്പ് വലിയ കീഴ്ക്കാവിലെത്തി ഭഗവതി, ശാസ്താവ് എന്നീ ദേവീ ദേവന്മാരോടൊപ്പം ചേർന്നുള്ള പൂരം എഴുന്നള്ളിപ്പ്. 9:30 ഓണക്കുറ്റിച്ചിറ ഭഗവതി, തുളുവൻകുളങ്ങര വിഷ്ണു എടാട്ടുമഠം ഭഗവതി, കർത്തക്കാട് ഭഗവതി എന്നീ ക്ഷേത്രങ്ങളിലെ പൂരം എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറെ നടപ്പുരയിലെത്തും. ക്ഷേത്രത്തിൽ പ്രവേശിച്ച് പടിഞ്ഞാറെ നടപ്പുരയിൽ രാത്രി 11 7 ദേവീദേവന്മാരുടെ കൂട്ടി എഴുന്നള്ളിപ്പുമുണ്ട്. 12 പൂരപ്പറമ്പിൽ എഴുന്നള്ളിപ്പ്, കരിമരുന്ന് പ്രയോഗവും. ഉത്രം ആറാട്ട് ദിവസമായ 14 രാവിലെ അഥവാ വെളുപ്പിന് 5 ആറാട്ടുബലി. തുടർന്ന് മുരിയമംഗലം നരസിംഹ ക്ഷേത്രത്തിലേക്ക് ആറാട്ടിനായി എഴുന്നള്ളിപ്പ്. 10 ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരും. തുടർന്ന് കൊടിമര ചുവട്ടിൽ പറയും പ്രദക്ഷിണവും ശേഷം കൊടിയിറക്കുമാണ്. വൈകിട്ട് 6 വലിയ കീഴ്ക്കാവിലേക്ക് എഴുന്നള്ളിപ്പാണ്. ശേഷം ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല. 15 രാത്രി കീഴ്ക്കാവിൽ നടക്കുന്ന അത്തം വലിയ ഗുരുതിയോടെ ഉത്സവം സമാപിക്കുന്നതുമാണ്. ഇനി വീടുകളിൽ ചെയ്യേണ്ടതായ ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം.
നാളെ ഈ സമയം, അതായത് ഉച്ചയ്ക്ക് 2 മണി മുതൽ 9:30 വരെയുള്ള സമയങ്ങളിൽ വീടുകളിൽ നെയ്വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുക. അത് ഭദ്രദീപമാണ് എങ്കിൽ ഏറ്റവും വിശേഷമാണ്. സാധിക്കുന്നവർ അപ്രകാരം ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്രകാരമാണോ വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുന്നത് അപ്രകാരം തന്നെ വിളക്ക് തെളിയിക്കുക. സാധിക്കാത്തവരാണ് എങ്കിൽ വൈകുന്നേരം നെയ്വിളക്ക് തെളിയിച്ചാലും മതിയാകുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് സാധിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ആ സമയം വിളക്ക് തെളിയിക്കുവാൻ മറക്കാതിരിക്കുക. ഈ സമയം ദേവിയുടെ നാമങ്ങൾ, ദേവീ മന്ത്രങ്ങൾ ജപിച്ച് ദേവിയെ ഈ സമയം പ്രാർത്ഥിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. കൂടാതെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം, നിങ്ങളുടെ വീടുകളിൽ ദേവിയുടെ ചിത്രമില്ല എങ്കിൽ പോലും തീർച്ചയായും ദേവിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തന്നെ ദേവിയുടെ നാമങ്ങൾ നിങ്ങൾ ജപിക്കുക. അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ, ലക്ഷ്മി നാരായണ എന്നെങ്കിലും പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ജീവിതത്തിൽ ദുരിതങ്ങളോ പ്രയാസങ്ങളോ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ പോലും അത്തരം പ്രയാസങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും. നിങ്ങൾക്ക് ഉയർച്ച വർദ്ധിക്കും, തടസ്സങ്ങൾ അകലും, ജീവിതത്തിൽ നേട്ടങ്ങൾ വർദ്ധിക്കും. അമ്മയുടെ അനുഗ്രഹം നിങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് നിറയും. തീർച്ചയായും ഈ സമയം നിങ്ങൾ അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ എവിടെയാണ് എങ്കിലും, അത് ഓഫീസിലോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലോ ആണ് എങ്കിലും ഉച്ചയ്ക്ക് 2 മണി മുതലുള്ള ആ സമയത്ത് ഒരിക്കലെങ്കിലും ദേവിയുടെ ആ വിശേഷപ്പെട്ടതായ നാമം മനസ്സിൽ ഒരു തവണയെങ്കിലും ഭജിക്കുന്നത്, സ്മരിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. അതിനാൽ തീർച്ചയായും ഉച്ചയ്ക്ക് 2 മണിക്ക് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകുക. നാളെ വീടുകളിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതീവ ദോഷകരമാണ്. അതിൽ പ്രധാനമായും പരാമർശിക്കുന്നത് നാളെ ഒരിക്കലും കുളിക്കാതിരിക്കരുത് എന്നതാണ്. നാളെ വീടുകളിൽ പ്രത്യേകിച്ചും 2 നേരം വിളക്ക് തെളിയിക്കാതിരിക്കരുത്. കൂടാതെ നാളെ ഒരിക്കലും കലഹങ്ങൾ, വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്തരം കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാകുന്നു. മുതിർന്നവരുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുവാൻ, കുട്ടികളുടെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ മത്സ്യം, മാംസം, ലഹരി എന്നിവ തീർച്ചയായും നാളെ ഒഴിവാക്കുന്നത് ഏറ്റവും ശുഭകരവുമാണ്. കൂടാതെ നാളെ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിലെങ്കിലും ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചോറ്റാനിക്കര പോകുവാൻ സാധിച്ചില്ല എങ്കിൽ തീർച്ചയായും അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. 2 നേരവും ദർശനം നടത്തുന്നത് ഉത്തമമാണ്. സാധിക്കാത്തവർ 1 നേരമെങ്കിലും ദർശനം നടത്തുക. തീർച്ചയായും സാധിക്കുന്നതായ മറ്റൊരവസരത്തിൽ തീർച്ചയായും അമ്മയുടെ നടയിൽ നിങ്ങൾ എത്തിച്ചേരുക. ചോറ്റാനിക്കര ഇന്നേ ദിവസം പോകുവാൻ സാധിച്ചില്ല എങ്കിൽ തീർച്ചയായും മറ്റൊരു ദിവസം പോകേണ്ടത് അനിവാര്യമാണ്. അപ്രകാരം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിയെ നിങ്ങൾ ആരാധിക്കുക. അമ്മയുടെ അനുഗ്രഹം വന്ന് ഭവിക്കുക തന്നെ ചെയ്യും.